ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വചന ശുശ്രൂഷയിൽ പങ്കുചേരുവാനായി അടിയനെ കൃപ ലഭിച്ചതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ഓരോ ദിവസവും ഉറക്കം ഉണരുന്ന നാം ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നോർക്കാതെ നാളെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നവരാണ്. ബൈബിൾ വചനം ഫിലിപ്പിയർ 4:6 ഇപ്രകാരം പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇങ്ങനെ നാം അധികമായി വിചാരപ്പെട്ടാൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമ്മിൽ നിന്ന് നഷ്ടമാവും. എന്നാൽ നമ്മുടെ വിചാരങ്ങൾ എവിടെ നിന്നും എവിടെ വരെ എത്തുന്നുവെന്നും ശേഷം നാം ഓരോരുത്തരും അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഒരു ചിന്തകളുമില്ല, വിചാരങ്ങളുമില്ല, ദുഃഖങ്ങളുമില്ല എന്ന് നടിച്ചു നടക്കുവാനായി എക്കാലവും നമുക്ക് സാധ്യമല്ല. ഇവയെല്ലാം തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം നേരിടുന്നവയാണ്. നാം തന്നെ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് പരിഹാരം കണ്ടെത്തുക സാധ്യമല്ല. ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിഷമിക്കുമ്പോൾ പലരും പല വിധത്തിലാണ് അതിന് പരിഹാരം കണ്ടെത്തുന്നത്. ചിലർ പാട്ട് കേൾക്കും, ചിലർ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കും, മറ്റു ചിലർ വിഷമങ്ങൾ ഉറ്റവരുമായി പങ്കുവയ്ക്കും. എന്നാൽ നമ്മുടെ വിഷമങ്ങൾക്കും വിചാരങ്ങൾക്കും പൂർണ്ണമായ പരിഹാരം ലഭിക്കുന്നത് എവിടെയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പിയർ 4:6 വീണ്ടും ഇപ്രകാരം പറയുന്നു: എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ, വിഷമങ്ങൾ, വിചാരങ്ങൾ എല്ലാം തന്നെ സ്തുതി സ്തോത്രത്തോടുകൂടി കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള ആ കരങ്ങളിലേക്കും പാദപീഠത്തിലേക്കും ഇറക്കി വെച്ച്, കർത്താവേ, അടിയങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് മുന്നമേ അറിയുന്നുവല്ലോ എന്ന് അപേക്ഷിക്കുവാനായി നാം തയ്യാറാവണം. അങ്ങനെ നാം അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഫിലിപ്പിയർ 4:7 പറയുന്നു: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. നാം കണ്ടെത്തുന്ന പരിഹാരം ശാശ്വതം ആകണമെന്നില്ല. എന്നാൽ ദൈവ സമാധാനം സകല ബുദ്ധിക്കും ശക്തിക്കും അതീതമാണ്. നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ അനാവശ്യമായ ചിന്തകൾ മാറ്റിത്തരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും പ്രതിഫലം നൽകും എന്നത് ഉറപ്പായ കാര്യമാണ്. വിശുദ്ധ മർക്കോസ് 11:24 ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൽ ഏൽപ്പിച്ച് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ദൈവസ്നേഹത്തിലും ദൈവസമാധാനത്തിലും ജീവിക്കുവാനായി നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്നും കർത്താവ് എല്ലാവരെയും തൻ്റെ കൃപയിൽ കാത്തു പരിപാലിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നാളെക്കുറിച്ചുള്ള വ്യാകുലതകളും ചിന്തകളും ഞങ്ങളിൽ നിന്ന് നീക്കി ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന ദൈവവചനം ഉൾക്കൊണ്ട് അതിൽ വിശ്വാസമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ.